എൻ്റെ പ്രശ്നത്തിൽ ഇടപെടുവാനും എൻ്റെ വിഷയത്തിൽ ഇറങ്ങി വരുവാനും ദൈവത്തിൻ്റെതായ സ്പെഷ്യലായിട്ടുള്ളൊരു വഴി ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ഞാൻ വിശ്വസിച്ച് ആ വഴി തുറക്കട്ടെ, ആ വാതിൽ തുറക്കട്ടെ, ആ ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെടട്ടെ എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇന്നത്തെ ഷാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂതിതാണ്: നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളോ വിചാരിക്കുന്ന വിചാരങ്ങളോ അല്ല ദൈവത്തിൻ്റെ വഴികൾ. ദൈവത്തിൻ്റെ വഴികൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസരിച്ചാണ്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് ചിലപ്പോൾ കഴിയില്ല, പക്ഷേ വിശ്വാസത്താൽ അത് ദൈവത്തിൻ്റെ വഴി മതി എന്ന് പറയുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായ വഴി തുറക്കും. ഹല്ലേലൂയ. എന്താണ് ഈ ദൂത് പറയുന്നറിയാമോ? ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ യെരുശലേമിലെ ആട്ടുവാതിൽക്കൽ ഒരു പക്ഷവാത രോഗി കിടക്കുകയാണ്. യെരുശലേമിലെ ആ പട്ടണത്തിന് 12 വാതിലുകളുള്ളതിൽ ഒരു വാതിലിൻ്റെ പേരാണ് ആട്ടുവാതിൽ. അതിൻ്റെ ആ വാതിലിനകത്തോട്ട് കയറുമ്പോൾ ഒരു കുളമുണ്ട്, ബെഥെസ്ദാ കുളം. ആ കുളം ഒരു രോഗസൗഖ്യക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. ആ കുളത്തിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ, സമയങ്ങളിൽ വെള്ളം കലങ്ങുന്നത് കാണാം, ഇളകുന്നത് കാണാം. അപ്പോൾ പറയുന്ന ഒരു ദൂതൻ വന്ന് കുളം കലക്കുന്നതാണെന്നാണ് പറയുന്നത്. ആ കുളം കലങ്ങുന്ന സമയത്ത് ആദ്യം ആരാണ് ആ വെള്ളത്തിലോട്ട് ചാടുന്നത് അല്ലെങ്കിൽ വീഴുന്നത്, അവർക്ക് സൗഖ്യമുണ്ടാകുന്നൊരു വിശ്വാസമാണ് അവർക്ക് പരക്കെ ഉള്ളത്. എന്നാൽ ഒരുപാട് പേര് ആ വെള്ളം ഏത് സമയത്ത് ഇളകുമെന്ന് അറിയാത്തത് കൊണ്ട് കാത്തു കിടക്കുകയാണ്. ആ കൂട്ടത്തിൽ 38 വർഷമായിട്ട് പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യൻ അവിടെ കിടപ്പുണ്ട്. സ്വതവേ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റാതെ ആരുടെയും സഹായം വേണം, പക്ഷെ അവനെ ഇറക്കുവാൻ ആരുമില്ല. 38 വർഷമായിട്ട് കിടക്കുന്നു. അത് യേശു കണ്ടപ്പോൾ, യേശു അറിഞ്ഞു, യേശു കാണുകയാണ് അവനെ. അവിടെ വെച്ച് കാണുമ്പോൾ യേശു സംസാരിക്കുന്ന കാര്യം, യേശു ചോദിക്കുന്ന കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അവനെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അവനെ സഹായിക്കാൻ ആളില്ല എന്നുള്ളതാണ്. പക്ഷെ യേശുവിൻ്റെ വിഷയം അവൻ്റെ സൗഖ്യമാണ്. ഹല്ലേലൂയ. അവരുദ്ദേശിച്ചത് ആ വഴിയിലൂടെ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ വെള്ളത്തിൽ ഇത്രയും കാലമായിട്ട് അത് കാത്തിരിക്കുന്നതല്ലേ, അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഞാൻ വീഴുകയോ എന്നെ എടുത്തിടുകയോ ചെയ്യുമ്പോൾ എനിക്കൊരു അത്ഭുത സൗഖ്യം കിട്ടുമെന്നാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിച്ച അങ്ങനെയല്ല. ആരും വെള്ളത്തിലിറക്കണ്ട, ആരും സഹായിക്കാൻ വേണ്ട. മനസ്സുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ ആ നിമിഷം കർത്താവ് തന്നെ സൗഖ്യം നൽകും. യെസ്, ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് ഇത് തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ ഒരു വിടുതലല്ല, ദൈവത്തിൻ്റെതായ ഒരു വഴിയുണ്ട്. ഇവിടുത്തെ വിഷയം നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. മനസ്സുണ്ടോ എന്ന് ചോദിച്ചത് ആഗ്രഹമുണ്ടോ എന്നുള്ളതല്ല, നിനക്ക് സൗഖ്യമാകുന്നതാണോ നിന്റെ വിഷയം. നിന്റെ പ്രശ്നം ആളുകൾ, ഞാൻ ഉദ്ദേശിച്ച ആൾ എന്നെ സഹായിച്ചില്ല, ഞാൻ ഉദ്ദേശിച്ചവർ വഴി മാറിപ്പോയി, ഞാൻ പ്രതീക്ഷിച്ചവർ ഇങ്ങനെയൊന്നുമല്ല ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ. അതിനെല്ലാം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട്, കർത്താവേ നീ എനിക്ക് വേണ്ടി തുറക്കണം. അതേത് വഴിയാണെങ്കിലും ഞാൻ ആശ്രയിക്കുന്ന നിന്നില്ല. നീ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എൻ്റെ മുമ്പിൽ കൂടെ വരട്ടെ എന്നുള്ളതല്ല എൻ്റെ വിഷയം. നീ തന്നെ വരണം, നീ തന്നെ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനുഷ്യനെ പ്രതീക്ഷിക്കേണ്ട, മനുഷ്യനെ ആശ്രയിക്കേണ്ട. നമ്മളെ സഹായിക്കുവാൻ ദൈവമുണ്ട്. എൻ്റെ ദൈവത്തിന് ഓരോ സമയത്തും പുതിയ പുതിയ വഴികളുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അതെ, അവൻ പരാതി പറയുന്നുണ്ട്. കർത്താവ് പറയുന്നില്ല, സൗഖ്യമാകാൻ മനസ്സുണ്ടെങ്കിൽ നീ ഇപ്പോൾ സൗഖ്യമാകും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ചെങ്കടലിന് മുമ്പേ നിൽക്കുമ്പോഴും ഇതേ പ്രശ്നമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ചെങ്കടലിനകത്തൂടെ ദൈവം ഒരു വഴി തുറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. പക്ഷെ അവർക്ക് വേണ്ടത് ഒരു വഴിയായിരുന്നു. ഹല്ലേലൂയ. അവർ പ്രതീക്ഷിച്ച വഴിയിലൂടെ, അല്ലെ പ്രതീക്ഷിച്ച പാതയിലൂടെ അല്ല, അല്ലെ പ്രതീക്ഷിച്ച രീതിയിലല്ല ദൈവം ഇടപെട്ടത്. ദൈവത്തിനൊരു കിഴക്കൻ കാറ്റ് മതിയായിരുന്നു അവർക്ക് ആ കടലിൽ വഴി തുറക്കാൻ. നിങ്ങളറിയാത്ത കാറ്റുകളെ, നിങ്ങളറിയാത്ത കിഴക്കൻ കാറ്റുകളെ ദൈവം നിങ്ങൾക്ക് അനുകൂലമായി തുറക്കും. ലോകത്തിൽ ആരും ചിന്തിക്കാത്ത പാതകൾ, ആരും ഊഹിക്കാത്ത നിലവാരത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ചില പ്രത്യേക വഴികൾ കരുതി വെച്ചിട്ടുണ്ട്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും ഊഹിക്കാത്ത സ്ഥലത്ത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ, വ്യക്തികളിലൂടെ, അല്ല ഇടങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. ആമേൻ പറഞ്ഞേ. ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. ആമേൻ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ വിചാരമല്ല എൻ്റെ വിചാരം, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. ആമേൻ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളും, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നു. വ്യത്യസ്തമായ വിചാരം, ഉന്നതമായ വിചാരം എന്ന് പറഞ്ഞേ. വ്യത്യസ്തമായ വിചാരം, ഉന്നതമായ വിചാരം, അത് ദൈവത്തിൻ്റെ അടുക്കലേ ഉള്ളൂ. ദൈവം അത് പ്രവർത്തിക്കുന്നു നമ്മളിന്ന് പറയാൻ ദൈവം നോക്കുകയാണ്.
ഹല്ലേലൂയ. നമ്മൾ പരിമിതി പറയാനും പരാതി പറയാനും അസാധ്യതകളെക്കുറിച്ച് പറയാനും നെഗറ്റീവ് പറയുവാനുമാണ് നമ്മൾ മുൻപിൽ നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിന് വേറെ വഴിയുണ്ടെന്ന് പറയാൻ. ഇപ്പം എനിക്ക് വേണ്ടി ഞാനൊന്ന് പ്രതീക്ഷിച്ചു ഇന്നവരൊക്കെ ചെയ്യുമെന്ന് പലതും. പക്ഷെ അവരെല്ലാം മാറുമ്പം ഞാൻ നിരാശപ്പെട്ട് കണ്ടോ എല്ലാ വഴിയും അടഞ്ഞെന്ന് പറയരുത്. എൻ്റെ ചിന്ത അവരല്ല, ദൈവം വേറെ ഏതോ വഴി തുറന്നിട്ടുണ്ട്, ദൈവത്തിന് മറ്റൊരു വഴി ഉണ്ട് എന്ന് കാണാനുള്ള കണ്ണ് എന്ന് പറയാൻ. ഞാൻ അവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയല്ല. ദൈവത്തിന് എന്നെക്കുറിച്ച് വേറെ ഏതോ വഴി ദൈവം കരുതിയിട്ടുണ്ട്. ദൈവം തന്നെ അടച്ചാണെന്ന് പറയണം. ഏതെങ്കിലും ഒരു വഴി അടച്ചു കഴിയുമ്പോൾ ദൈവം അടച്ചാൽ നമ്മൾ പറയുമോ? ഇല്ല. ദൈവത്തെ ഉറപ്പുണ്ടെങ്കിൽ പറയും ദൈവത്തിന് എനിക്ക് വേണ്ടി ഒരു വഴിയുണ്ട്, അത് ആർക്കും അടയ്ക്കാൻ പറ്റുകയെന്ന് നമ്മൾ പറയണം. പറ്റുമോ? ഇല്ല. ദൈവം എനിക്ക് വേണ്ടി തുറക്കാൻ വെച്ചിരിക്കുന്ന വഴി ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല. താൽക്കാലികമായി ഞാൻ കാണുന്ന ചിലതൊക്കെ അടഞ്ഞാലും ദൈവം എനിക്ക് വേണ്ടി ഒന്ന് കരുതിയിട്ടുണ്ട്, അത് ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ആർക്കും അടച്ചുകൂടാ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8 വാക്യം കാണുന്നു, ആർക്കും അടച്ചുകൂടാ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കുന്നത് ആർക്കും അടയ്ക്കാൻ പറ്റുന്നില്ല, അടയ്ക്കാൻ പറ്റാത്തതാണ്. ദൈവം തുറക്കട്ടെ, അത് വിശ്വസിക്ക്. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രസംഗം കേൾക്കുവാനായി ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ. പക്ഷേ 3 ദിവസത്തെ പ്രസംഗമായപ്പോൾ കേൾക്കാൻ വന്ന ജനം അവര് പട്ടിണിയായി വനങ്ങളിലേക്ക് പോകാതിരിക്കാൻ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ആഹാരം കൊടുക്കണം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, ഞങ്ങളുടെ അതിനുള്ള ബാലൻസ് ഇല്ല. എന്തു ചെയ്യും? ജനത്തെ തിരിച്ചയക്കണമല്ലോ. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, താൻ എന്ത് ചെയ്യാൻ പോകുന്നു യേശു അറിഞ്ഞിരുന്നു. ഒരിക്കൽ പോലും ആരും സ്വപ്നത്തിൽ കണ്ടില്ല ആ കൂട്ടത്തിൽ ഒരു ബാലകൻ ഉണ്ടെന്നും അവൻ്റെ കയ്യിൽ 5 അപ്പം ഉണ്ടെന്നും അതുകൊണ്ടൊരു അത്ഭുതം നടക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. ആരോട് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റുകയില്ല. പക്ഷെ കർത്താവ് കണ്ടുവെച്ചത് അതായിരുന്നു, കർത്താവ് കരുതി വെച്ചത് അതായിരുന്നു. ഒറ്റ ഒരു ബാലകൻ അല്ലേ? നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളിലൂടെ അല്ല. ദൈവത്തിൻ്റെ വഴികൾ നാം ഒരിക്കലും കാണാത്ത പാതകളാ. അതിനുവേണ്ടി ഒരു ചെറിയ ബാലകൻ മതി ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തയിടത്ത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ രോഗിയായിരിക്കാം, ചികിത്സയ്ക്കുള്ള പണം അന്വേഷിക്കുന്നവരായിരിക്കാം, അതിനുള്ള വാതിൽ നിങ്ങൾ പലയിടത്തും മുട്ടുന്നവരായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങൾ അറിയാത്ത മേഖലയിൽ അറിയാത്ത സമയത്ത് ഒരു അത്ഭുത സൗഖ്യം തരാനാ കാത്തിരിക്കുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം എവിടെ കിടക്കുന്നു? ഹല്ലേലൂയ. പറയണം, കർത്താവേ, എനിക്ക് വേണ്ടത് നീയാണ്, എനിക്ക് വേണ്ടത് നിന്റെ അത്ഭുതമാണ്, എനിക്ക് വേണ്ടത് നിന്റെ കരമാണ്. കർത്താവ് ചെയ്യും, കർത്താവ് അത്ഭുതം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയുള്ള വഴികൾ കർത്താവ് മറച്ചു വെച്ചിരിക്കുക, നിങ്ങൾക്ക് വേണ്ടിയുള്ള വാതിലുകൾ കർത്താവ് തന്നെ അടച്ചു വെച്ചിരിക്കുക. സമയമാകുമ്പോൾ വിശ്വാസത്താൽ നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ദൈവം വാതിലുകൾ തുറക്കും, അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വസിക്ക്. കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല, കർത്താവിൻ്റെ കാത് മന്ദമായിട്ടില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അവൻ കിടക്കുന്ന യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. എനിക്ക് വിഷയം സൗഖ്യമാണ്. എൻ്റെ കൂടെയുള്ളവർ എന്നെ സഹായിച്ചില്ലെന്നോ, എനിക്ക് ഇതിനകത്ത് ഒരു വിടുതലുണ്ടെന്നോ, ഈ വഴിയോടെ പോയാൽ എനിക്ക് ഉയർച്ച ഉള്ളതോ എന്നുള്ള എൻ്റെ വിഷയമല്ല, കർത്താവിനും വിഷയമല്ല. സൗഖ്യമാകാൻ മനസ്സുണ്ട്, കർത്താവിൻ്റെ ഒരു വാക്ക് മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് കർത്താവെ മാനുഷികമായ വാതിലുകളും വഴികളും അടയുമ്പോൾ ഞങ്ങൾ അറിയുന്നു ദൈവത്തിൻ്റെ വാതിൽ തുറക്കും. ദൈവത്തിൻ്റെതായ ഒരു വഴി ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുണ്ട്, അത് ആർക്കും അടച്ചുകൂടാ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരണം. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് ദൈവം തുറക്കേണ്ട വഴി, ഇന്ന് കർത്താവ് ഓപ്പൺ ചെയ്യേണ്ട വാതിലുകൾ അവർക്ക് തുറക്കട്ടെ. അടഞ്ഞിരിക്കുന്നു പറയുന്ന മേഖലകളിൽ ദൈവികമായ വാതിലുകൾ തുറക്കട്ടെ. ദൈവം അടച്ചു വെച്ചത് അടഞ്ഞിരിക്കട്ടെ. എന്നാൽ ദൈവം തുറക്കാനുള്ളത് ഞങ്ങൾക്ക് വേണ്ടി തുറക്കും. ഈ മക്കൾക്ക് വേണ്ടി തുറക്കും, അവരുടെ കുടുംബത്തിന് വേണ്ടി തുറക്കും, അവരുടെ മക്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. വിശ്വാസത്താൽ ദൈവം വാതിൽ തുറന്നു തരുന്നത് ഞങ്ങൾ കാണുകയാണ്. ദൈവം കാറ്റടിപ്പിക്കുന്നത് ഞങ്ങൾ കാണുകയാണ്. അതേ, ഞങ്ങൾ അറിയുന്നു വിശ്വാസത്താൽ കർത്താവെ, മറ്റാരുടെ സഹായമില്ലാതെ തന്നെ നിന്റെ സാന്നിധ്യം എന്ന സൗഖ്യമാക്കുന്നത് ഞങ്ങൾ കാണുകയാണ്. കർത്താവ് അത്ഭുതം ചെയ്യണം. ഈ നിന്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വിശ്വസിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ പാത, ഒരു പുതിയ വഴി, ആരും കാണാത്തതും ആരും പോയിട്ടില്ലാത്തതുമായ പാത തുറന്നു വെച്ചിട്ടുണ്ട്. കർത്താവിൽ തന്നെ ആശ്രയിക്കുക. സമയത്ത് ദൈവം അത് ചെയ്യും. ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ സ്പെഷ്യൽ ഡേ.